എന്തൊക്കെയുണ്ട്, സുഖല്ലേ? നമ്മളിൽ കുറേ പേരൊക്കെ കഴിച്ച ഫുഡിന്റെ കലോറി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കാനും ഓടാനും ഒക്കെ പോകുന്നവരാണ്. എന്നാൽ കഴിക്കാൻ പോകുന്ന ഫുഡിന്റെ കലോറിയെ പറ്റി ആലോചിച്ച് അത് കഴിക്കുന്നതിന് മുന്നേ തന്നെ ആ കലോറി നടന്നു ഓടിയൊക്കെ ബേൺ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനത്തെ ഒരു പ്രാന്തിന്റെ പുറകെയാണ് ഞാനും എൻ്റെ ഫ്ലാറ്റിലെ വേറൊരു കൂട്ടുകാരനും കൂടിയിട്ട് രാത്രി പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല കേട്ടോ. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത് ഏകദേശം 5-6 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തക്കാക്കി രാമനിലോട്ടാണ്. മുന്നൊരു പ്രാവശ്യം ജപ്പാനിൽ പോയപ്പോൾ അവിടുത്തെ രാമൻ നൂഡിൽസ് ട്രൈ ചെയ്തതിന് ശേഷം ആട്ടോ ഞങ്ങൾക്ക് ഈ രാമൻ നൂഡിൽസിനോടുള്ള ഇഷ്ടം വളരെയധികം കൂടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രാമൻ നൂഡിൽസ് ശരിക്കും ഉത്ഭവിച്ചത് ജപ്പാനിൽ നിന്നാണെന്ന്. അല്ല കേട്ടോ, ശരിക്കും രാമൻ ഫുഡിൻ്റെ ഉത്ഭവം ചൈനയിൽ നിന്നാണ്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുണ്ടായ ചൈനയിലെ കുറേ പേര് ജപ്പാനിലോട്ട് കുടിയേറിയപ്പോഴാണ് ഈ ഒരു സംഭവം ജപ്പാനിൽ വളരെ ഫേമസ് ആയി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. നമ്മൾ ഇന്ന് വന്ന ഈ കടയുണ്ടല്ലോ, ഈ കടയിൽ ഇപ്രാവശ്യം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. സാധാരണ വരുമ്പം അവിടെ ഇവിടേക്ക് ആയിട്ടും കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാനും ഓർഡർ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ആ സമയങ്ങളിലൊക്കെ കടകളിൽ 2 പേരൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇന്ന് വന്നപ്പം അവിടെ ഒരൊറ്റ ചേച്ചി മാത്രമാണ് വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. രാമൻ നൂഡിൽസിൽ പല അധികം വെറൈറ്റികളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ടൈപ്പ് വെറൈറ്റികളാണ് ഞങ്ങൾ ട്രൈ ചെയ്യാറുള്ളത്. ഈ രാമൻ നൂഡിൽസിലെ ചാസും, അതായത് ബ്രേസ്ഡ് പോർക്ക് ബെല്ലിയും കൂടി നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അത് ആഡ് ഓൺ ആയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു കടയിൽ നിന്ന് ബട്ടർഫ്ലൈ ബണ്ണൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ച് നേരെ അങ്ങ് വീട്ടിലോട്ട് നടന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാവരുടെയും ട്രയൽ റണ്ണർ നടത്തുന്നതൊക്കെ കണ്ട് വീടെത്തിയപ്പോഴേക്കും സമയം 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബായ്.